എങ്ങനെയാണ് സർവശക്തനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? ശരാശരി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോകുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ എനിക്ക് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? കാരണം ദൈവം തമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, അഥവാ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നു എങ്കിൽ, ആ പ്രസാദിപ്പിക്കുന്നവനെ ദൈവം അനുഗ്രഹവർഷം കൊണ്ട് മൂടുമെന്നുള്ളതാണ് ജനത്തിന്റെ വിശ്വാസം. അതിനുവേണ്ടി കാലാകാലങ്ങളായി ജനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിനുവേണ്ടി പല മാർഗങ്ങൾ ജനം അവലംബിക്കാറുണ്ട്. ഇവിടെ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ചിത്രം വിഭിന്നമല്ല. അവരും കാലാകാലങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് എനിക്ക് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി കഴിയുന്നത്, എങ്ങനെയാണ് ദൈവ പ്രസാദ വർഷം എന്റെ മേൽ ചൊരിയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഇതിനുവേണ്ടി വിശ്വാസികളും പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. പ്രാർത്ഥിച്ച്, ഉപവസിച്ച്, ആരാധിച്ച്, ഇങ്ങനെ പല രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവജനം വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിന് എന്താ പറയുവാനുള്ളത്? മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന് 7-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുക: യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. പ്രിയ ദൈവത്തിന്റെ ജനമേ, യാഗം ചെയ്തല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്. കാരുണ്യമുള്ള ഒരു ഹൃദയം നിനക്കുണ്ടോ, ദൈവം നിന്നിൽ പ്രസാദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മറ്റുള്ളവന്റെ വേദനകളും പ്രയാസങ്ങളും കാണുമ്പോൾ നിനക്ക് അവനോട് കരുണ തോന്നുന്നുണ്ടോ? നിസ്സഹായനായ ഒരു മനുഷ്യരെ കാണുമ്പോൾ നിനക്ക് അവനെ സഹായിക്കുവാൻ തോന്നുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൽ അവനോടൊരു അനുകമ്പ തോന്നുന്നുണ്ടോ? ഒരു കരുണ തോന്നുന്നുണ്ടോ? നിന്നിൽ ദൈവം പ്രസാദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇപ്രകാരം മത്തായി 5-ൽ പറയുക, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ പ്രസാദവർഷം നേടണമെന്ന് പറഞ്ഞ് അലഞ്ഞു നടക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുക, നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണോ? നിനക്ക് ദൈവത്തെ കാണുവാനും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും തക്കവണ്ണം ഇടയായി തീരും. മറ്റുള്ളവനെ വിധിക്കാതെ, കുറ്റം വിധിക്കാതെ, മറ്റുള്ളവനെ പരിഹസിക്കാതെ, മറ്റുള്ളവന് ദോഷം നിരൂപിക്കാതെ, നീ നിന്റെ കാര്യം ചിന്തിച്ച് മറ്റുള്ളവരോട് അനുകമ്പയോടുകൂടി പ്രവർത്തിച്ച്, മറ്റുള്ളവരോട് കരുണയോടുകൂടി പ്രവർത്തിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിൽ നിന്നിൽ കർത്താവ് പ്രസാദിക്കുവാനും നിന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിപ്പാനും തക്കവണ്ണം ഇടയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ആകയാൽ ഇതുവരെയും തേടിയിട്ടും ദൈവത്തിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് അറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് കരുണയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ശീലിക്ക്, അതിൽ ദൈവം പ്രസാദിക്കും നിശ്ചയം.